ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ റീഡിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾ പല കാര്യങ്ങളും സംസാരിക്കും. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അവരൊരു ഉത്തരം തരുന്നില്ല, അവർ നിങ്ങളെ ഒരു ഉത്തരം തരാതെ അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ തരാതെ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അവഗണിക്കുന്നതായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തതെങ്കിൽ അതിനുള്ള ആൻസറാണ് ഞാൻ തരാൻ പോകുന്ന. ആ ഒരു ടോപ്പിക്കാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ കണ്ടിട്ട് എല്ലാവരും ഓടി വരിക. നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക. വീഡിയോയ്ക്ക് അവസാനം ഞാൻ ആ ടൈം പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ മെഡിറ്റേഷൻ കണ്ടിട്ട് വരിക. ഓക്കെ, വളരെ നല്ല സ്ട്രെങ്ത് ഉള്ള കാർഡുകളാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് ഈസ് 2 of swords ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന നമ്മുടെ സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പം നിങ്ങൾക്ക് പല കാര്യത്തിനും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ പല കാര്യത്തിനും
പല കാര്യത്തിനും ഒരു ഉത്തരം കിട്ടുന്നില്ല, പല സിറ്റുവേഷനിലും നിങ്ങൾക്കൊരു ആൻസർ ലഭിക്കുന്നില്ല എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ചോദ്യങ്ങൾ വരുമ്പോൾ അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്ത് നിങ്ങളെ അവഗണിച്ച് അവർ പോകുന്നു. അതിൻ്റെ ഒരു ഉത്തരം എന്താണ്, എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളെ ഭയങ്കരമായിട്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ അതിനുള്ള ഒരു ആൻസറാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഇടയായിട്ട് അവരിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്. ഇപ്പോൾ കുറച്ച് നാളായിട്ടോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ടോ വളരെ ഫ്യൂ വീക്സ് ആയിട്ടൊക്കെ നിങ്ങൾ ഫീൽ ചെയ്തിട്ട് അനുഭവിച്ചിട്ടുള്ള, നിങ്ങളുടെ വ്യക്തിയിൽ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ ഡിസ്റ്റൻസ് ഇടുക അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഇടുക, നിങ്ങളെ അവോയ്ഡ് ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിന് ആൻസർ തരാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥ. എന്തെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരതിൽ നിന്നും ഒഴിഞ്ഞു മാറിയുള്ള അവരുടെ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറിയുള്ള അവരുടെ ഒരു പോക്ക്, അത് നിങ്ങൾ വളരെയധികം നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വളരെയധികം നിങ്ങളെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് നിങ്ങളിൽ ഇറിറ്റേഷൻ ജനിപ്പിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. അത് നിങ്ങൾ ഫേസ് ചെയ്ത് തുടങ്ങിയത് മുതൽ ഭ്രാന്ത് പിടിച്ച ഒരു മെൻ്റൽ സ്റ്റേറ്റിലൊക്കെ പോകുന്ന ഒരു അവസ്ഥയിലോട്ടാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്. എങ്കിൽ പോലും നിങ്ങൾ പല ചോദ്യങ്ങളോളം ഉത്തരങ്ങൾക്കായിട്ട്, അവരിൽ നിന്നുള്ള പല ചോദ്യങ്ങൾക്കുള്ള ആൻസറിനായിട്ട് നിങ്ങൾ പലപ്പോഴായിട്ട് അവരെ കാത്തിരിക്കുന്നു, അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. യൂഷ്വലായിട്ടും അത് വളരെ യൂഷ്വലായിട്ടുള്ളൊരു കാര്യമാണ്, പതിവായിട്ടുള്ളൊരു കാര്യമാണ്. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവരോട് ചോദിക്കുക, അവരിന്ന് പറയാം നാളെ പറയാമെന്ന് പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുക, അല്ലെങ്കിൽ നിങ്ങളെ കാണാത്ത പോലെ അഭിനയിച്ച് അങ്ങോട്ട് പോവുക. അങ്ങനെ പല ഒരു കാര്യത്തിനും ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ഒട്ടും ലഭിക്കുന്നില്ല എന്ന് കാണുന്നുണ്ട്. എനിക്കൊരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്ന് ഞാൻ പറയുകയാണ്. നമ്മുടെ 3 ചാനലിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം ഇന്ന് മുതൽ മാറ്റിയിട്ടുണ്ട്. സ്പിരിച്വൽ ജേർണിയിൽ വൈകിട്ട് 5 PM സൈക്കിക് ഹീലിങ്ങിൽ 6 PM മൂൺ ഗോഡസിൽ 7 PM നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന. ആ സമയത്ത് കണ്ടാൽ എല്ലാ ദിവസവും വീഡിയോ നമ്മുടെ ചാനൽസ് വന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് നോക്കുക. കാരണം എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളണമെന്നില്ല, നോട്ടിഫിക്കേഷൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഡെയിലി വന്ന് വാച്ച് ചെയ്യുക കേട്ടോ. ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് മുമ്പ് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ല, അതുകൊണ്ടാണ് ഇടയിൽ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിനും നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടാത്തൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ പലപ്പോഴായിട്ട് അവരെ കാത്തിരിക്കുന്ന ഒരു ഉത്തരത്തിന് വേണ്ടിയിട്ട്, എങ്കിലും ഒന്നിനുമുള്ള ഒരു ആൻസർ അല്ലെങ്കിൽ ഒന്നിനുമുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാറില്ല എന്നുള്ളത് സ്ഥിരമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ചോദിക്കുന്നത് വലിയ അന്താരാഷ്ട്രമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. ആണവ കരാറിട്ടതെന്ന്, അമേരിക്കയിൽ ബോംബ് പൊട്ടിയതെന്ന്, ഇതൊന്നും ആയിരിക്കില്ല നിങ്ങൾ ചോദിക്കുന്നുണ്ടാവുക. പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിക്കുന്ന, നിങ്ങൾക്ക് ഡൗട്ട്ഫുള്ളായിട്ടുള്ള എന്ത് രീതിയിലാണ് നിങ്ങൾ പോകുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇത് എങ്ങോട്ടാണ് കൊണ്ടുവന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളുമായിരിക്കും. എങ്കിലും ഒന്നിനും ഒരു ക്ലാരിഫിക്കേഷൻ തരാത്ത അവസ്ഥ നിങ്ങളെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആക്കുന്നുണ്ടെന്നാണ് കാണുന്നത്. അതിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ടെന്നാണ് കാണുന്നത്. ഒരു കാര്യത്തിനും ഒരു ക്ലാരിഫിക്കേഷൻ, ഒരു മനുഷ്യന് ഒരു കാര്യത്തിനും ഒരു ക്ലാരിഫിക്കേഷൻ തരാണ്ടിരുന്നാൽ ഈവൻ എനിക്കാണെങ്കിൽ പോലും ഭ്രാന്ത് വരും. അതാണ് ഇവിടെയും നിങ്ങൾക്ക് സംഭവിക്കുന്നത്. എങ്കിലും ഒന്നിനും ഈ ക്ലാരിഫിക്കേഷൻ തരാത്ത അവസ്ഥ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നതായിട്ടും എനിക്കറിയാം, ഒരുപാട് സങ്കടപ്പെടുന്നതായിട്ടും പല കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ മനസ്സ് അത്രയ്ക്കും വേദനിച്ചിട്ടാണ്, അല്ല അത്രയ്ക്കും ബുദ്ധിമുട്ടിലാണ് നിങ്ങളെന്ന് എനിക്കറിയാം. എങ്കിലും അത് ആ വ്യക്തിക്കും അറിയാം, എന്നേക്കാൾ ഉപരി ആ വ്യക്തിക്കും അറിയാം. എങ്കിലും അതൊന്നും അവർ മൈൻഡ് വെക്കുന്നില്ല. എന്നാൽ അവർക്ക് നിങ്ങളുടെ ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും വെരി കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അവർക്ക് അറിയും ചെയ്യാം. അവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നാവ് പൊക്കുമ്പോഴേക്കും അതെന്താണ് ക്വസ്റ്റ്യൻ എന്ന് പോലും അവർക്കറിയാം. എങ്കിൽ പോലും അവരത് നിങ്ങളോട് പറയുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഉത്തരവില്ല. മനസ്സിലായോ? അതാണ് ശരിക്കുള്ള ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ. അവർക്ക് അതിൻ്റെ ഒരു ഉത്തരം നിങ്ങളോട് പറയാനില്ല, ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു നിന്നിട്ടുള്ള ഒരു ഉത്തരമായിരിക്കും അവർക്ക് നിങ്ങളോട് പറയാനുണ്ടാവുക. ഒന്നിനും ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ല. അതൊന്നും അറിയാതെ ഒന്നുമല്ല അവർ അവരുടെ ആ ഉത്തരങ്ങളൊക്കെ അവർക്കറിയാം. അപ്പോൾ അതൊന്നും അറിയാണ്ടൊന്നല്ല അവർ നിങ്ങളെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുന്നത്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ള വ്യക്തികളാണ് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പല കാര്യങ്ങൾ തലയിലുള്ളവർ, അമ്മ, അച്ഛൻ, അനിയത്തി, അനിയന്മാർ, അവരുടെ പഠിപ്പ്, അല്ലെങ്കിൽ വീട്, സ്ഥലം, ലോണ്, EMI,
പ്രോപ്പർട്ടി, അങ്ങനെ റിലേറ്റ് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങളുള്ള, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള വ്യക്തികളാണ് അവർ. അതുകൊണ്ട് നിങ്ങളോട് പറയാത്ത, നിങ്ങളൊരിക്കൽ പോകും ഇവർക്കിപ്പോൾ എന്തോന്ന് ഉത്തരവാദിത്തം, അതല്ല, നിങ്ങൾക്കറിയാത്ത ഒരുപാട് ഉത്തരവാദിത്തങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. അതൊന്നും നിങ്ങളോട് അവർ പറഞ്ഞിട്ടുമില്ല, നിങ്ങളോട് അവർ ഡിസ്കസ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഉത്തരവാദിത്തങ്ങളും ഇപ്പോഴും അവർ തലയിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിനെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു വാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോമിസ് നിങ്ങൾക്ക് അവർ തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെയും അവർ കാരണം നശിപ്പിക്കപ്പെടുകയാണോ എന്നുള്ളൊരു തോന്നൽ അവർ ഭയങ്കരമായിട്ട് അവരെ അലട്ടുന്നുണ്ട്. ഞാൻ കാരണം ആ വ്യക്തിയുടെ ജീവിതം കൂടി, അല്ലെങ്കിൽ ഞാൻ കാരണം ആ വ്യക്തിയുടെ ലൈഫ് കൂടി നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ നശിച്ചു പോകുമോ, എൻ്റെ കൂടെ വന്ന് ആ വ്യക്തി നശിച്ചു പോകുമോ, ഞാനെന്ന് പറയുന്ന ഭാഗ്യമില്ലാത്ത ഒരാളാണ്, അപ്പോൾ എൻ്റെ കൂടെ അത്യാവശ്യം ഭാഗ്യം അനുഗ്രഹമൊക്കെ ഉള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്കും ഈ ഒരു ഗതി വരുമോ എന്നൊക്കെയുള്ള വിഷമങ്ങൾ അവരെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. കുറേ പേർക്ക് എനിക്കിപ്പോൾ മൈൻഡിൽ വന്നൊരു കാര്യമാണ്, ഈ കാർഡ് കാണിക്കുമ്പോൾ എനിക്ക് മൈൻഡിൽ എനർജി സിങ്ക് ആകുമ്പോൾ വരുന്നതാണെന്ന് തോന്നുന്നു. ചിലരുടെ വീടുകളിൽ ഇഫ് യു ആർ എ ലേഡി, നിങ്ങൾ ഈ വീഡിയോ കാണുന്നതൊരു ലേഡി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ആണെങ്കിൽ, നിങ്ങളെ കല്യാണം കഴിച്ച് അവിടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ, ആ വ്യക്തിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ആ വ്യക്തിയുടെ വീട്ടിൽ ചില ദോഷങ്ങൾ, ഇപ്പോൾ നിൽക്കുന്ന വീട്ടിൽ ചില ദോഷങ്ങളുണ്ട്. അത് ഇപ്പോൾ ഹിന്ദു കാസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പൂജാരിയോ അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരോ അങ്ങനെ നോക്കുന്നവരോ ഹോമങ്ങൾ നടത്തുന്നവരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടാവും എന്തെന്ന്, ഈ ഒരാൾ നിങ്ങളുടെ ഭാര്യയായിട്ട്, ആ വ്യക്തിയുടെ ഭാര്യയായിട്ട് ഒരാൾ ആ വീട്ടിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ, വലതുകാല് വെച്ച് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അവിടെ നല്ല രീതിയിൽ, അല്ലെങ്കിൽ ആ വൈഫിന് നല്ല രീതിയിൽ അവിടെ നിന്ന് പോകാൻ പറ്റില്ല, പ്രശ്നങ്ങൾ മാത്രമായിരിക്കും, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ, എല്ലാം ശരിക്കുള്ള കാര്യങ്ങളൊന്നും ആവില്ല. ചിലത് മിഥ്യാധാരണകളായിരിക്കും, ചിലത് കാര്യമുള്ള കാര്യങ്ങളായിരിക്കും. അത് ശരിക്കും എത്രമാത്രം നല്ല ജ്യോത്സ്യന്മാരെ കൊണ്ടാണ് അവർ നോക്കിപ്പിച്ചത് എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അത് അത്രയും സിൻസിയറായിട്ടുള്ള ആളുകളുടെ കീഴിൽ പോയി നോക്കി അതിൻ്റെ പ്രശ്നപരിഹാരം കണ്ടതിന് ശേഷമേ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ചില കാര്യങ്ങൾക്ക് പ്രശ്നപരിഹാരം ഇല്ല എന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ വീട് മാറണം അല്ലെങ്കിൽ പുതിയ വീട് വെക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് അവർ. അപ്പം അതിനൊരു വെട്ടം മുന്നിൽ തെളിയാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം അവർ വളരെയധികം വിഷമിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പുതിയ വീട് വെക്കണം എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 10 ലക്ഷമെങ്കിലും, മിനിമം 10 ലക്ഷം ഒന്നും ഉണ്ടായ ഒരു വീടാവില്ല, എന്നാലും ഒരു കൂരയാക്കാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 10 ലക്ഷമെങ്കിലും മിനിമം കയ്യിൽ വേണം. അപ്പോൾ അതുപോലും എടുക്കാനില്ലാത്ത വ്യക്തികളായിരിക്കും ഇവർ. അപ്പോൾ ഞാനായിട്ട് ഒരു കുട്ടിയെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആ കുട്ടിയുടെ ജീവിതം നശിപ്പിച്ച് കളയരുതല്ലോ എന്നുള്ള ഒരു ധാരണ, ആ ഒരു അലട്ടൽ അവരുടെ മനസ്സിൽ വളരെയധികം ഉണ്ട്. അത് ഇഫ് യു ആർ എ ഫീമെയിൽ ആണെങ്കിൽ. മെയിലാണെങ്കിലും നേരെ തിരിച്ച് തന്നെ അങ്ങനെ ഒരാൾ മരുമകനായിട്ട് അവരുടെ വീട്ടിലേക്ക്, ഈ പറയുന്ന ലേഡിയുടെ വീട്ടിലേക്ക്, ഇപ്പോൾ ഞാൻ ഫീമെയിലിൻ്റെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് മെയിലാണെങ്കിൽ, മരുമകളുടെ, അതായത് മരുമകനായിട്ട് ആ ലേഡിയുടെ വീട്ടിലേക്ക് ഒരാൾ വരുന്നുണ്ടെങ്കിൽ അയാൾ അനുഭവിക്കും, കഷ്ടപ്പെടും, ദാരിദ്ര്യം വരും. അപ്പോൾ അവരുടെ മകളെ കല്യാണം കഴിച്ചു വിടാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ ആ ലേഡിക്ക് ഒരാളെ കെട്ടി അയാളുടെ ജീവിതം നശിപ്പിക്കണമെന്ന് ആഗ്രഹം കാണില്ലല്ലോ. ആ ഒരു സ്നേഹാത്മകമായിട്ടുള്ള ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ. അപ്പോൾ മറ്റൊരു വീടെടുത്ത് മാറാനോ ഒന്നും അവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് മറ്റൊരു വീടെടുത്ത് മാറാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കൊണ്ടൊക്കെയാണ് ഈ മാതിരി പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫ് നശിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത്. അത് നിങ്ങളെ ഒട്ടും ഇഷ്ടമില്ലാഞ്ഞിട്ടോ, നിങ്ങളെ കണ്ടുകൂടാഞ്ഞിട്ടോ, നിങ്ങളോടുള്ള കണ്ടുകൂടാഞ്ഞിട്ടോ ഒന്നുമല്ല. നിങ്ങളോട് ഓവറായിട്ട് അവർക്ക് സ്നേഹമുണ്ട്, ഓവർഫ്ലോ ആയിട്ട് അവർക്ക് സ്നേഹമുണ്ട്. അപ്പോൾ അതിനെ ബാധിക്കുന്ന രീതിയിലാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷനും അവർ തരാത്തത്.
അപ്പോൾ നിങ്ങളെ വേണ്ടാന്ന് വെക്കാനും അവരെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തി പോട്ടെ, എനിക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വിചാരിക്കാനും അവർക്ക് പറ്റുന്നില്ല. അതാണ് സത്യം. അതാണ് ഇപ്പോൾ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ. എനിക്കപ്പോൾ റിലേഷൻഷിപ്പേ വേണ്ട, അല്ലെങ്കിൽ മറ്റൊരു ലൈഫേ വേണ്ട എന്ന് വെക്കാനും പറ്റില്ല. കാരണം നിങ്ങൾ അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. അതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിക്കുന്ന ഒരു ക്ലാരിഫിക്കേഷനും അവർ തരാത്തതും, അവരിങ്ങനെ മാറി നിൽക്കുന്നതും, നിങ്ങളെ അവഗണിച്ച് പോകുന്നു. നിങ്ങളോട് സ്നേഹമില്ലാണ്ടിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇടയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നത് കേൾക്കാത്തവർക്കാണ്, നമ്മുടെ 3 ചാനൽസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം മാറ്റിയിട്ടുണ്ട്. വൈകിട്ട് 5 PM സ്പിരിച്വൽ ജേണിയിലും 6 PM സൈക്കിക് ഹീലിങ്ങിലും 7 PM മൂൺ ഗോഡസിലും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് മുതൽ ഡെയിലി നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലും എല്ലാ ദിവസവും നമ്മുടെ ഈ 3 ചാനലും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക. ചാനലിൻ്റെ ലിങ്ക് കിട്ടാത്തവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താഴെയുള്ള ആ ഒരു ഹെഡിങ്ങിൻ്റെ താഴെയുള്ള മോർ ഞെക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴേക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ലിങ്ക് അറിയാത്തവർ കിട്ടാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിലുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു പറയുക, ക്ലെയിം ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ വ്യക്തിയുടെയും പേരും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ, ബൈ ബൈ, സീ യു.